ശ്രീല മാം നമസ്തേ. നമസ്തേ. നിവിൻ പോളിയെ കുടുക്കിയത് മട്ടാഞ്ചേരി മാഫിയാണോ ദിലീപാണോ? ചർച്ചകൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. മട്ടാഞ്ചേരി മാഫിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. WCCക്കെതിരെ ഭാഗ്യലക്ഷ്മി തുറന്നടിക്കുന്നു. നിവിൻ പോളിയുടെ കേസ് വ്യാജമാണെന്ന് വരുന്നു. സത്യത്തിൽ ദിലീപ് അത്തരത്തിൽ ആർക്കെങ്കിലുമെതിരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തുനിയുമെന്ന് തോന്നുന്നുണ്ടോ? ധന്യ, നേരത്തെ ദിലീപ് സിനിമയിൽ വളരെ ശക്തനായിരുന്നു, നമുക്കറിയാം. പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള തിയേറ്റർ അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഒക്കെ വളരെ പ്രഗത്ഭനായി നിന്ന, സിനിമ അടക്കമുള്ള ഇൻഡസ്ട്രിയിൽ വളരെ പ്രാഗൽഭ്യത്തോടെ നിന്ന ഒരാളാണ്. അന്ന് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. ആ സമയത്ത് ഒന്നും പുറത്തു വന്നിട്ടുമില്ല. ഏതായാലും ഇപ്പൊ ദിലീപ് അത്ര ശക്തനൊന്നുമല്ല. ദിലീപ് സിനിമാ രംഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് തന്നെ വളരെ കുറച്ച് പോകുന്ന ഒരാളാണ്. അപ്പോ ഈ അടുത്ത കാലങ്ങളിലായിട്ട്, കാരണം അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ദിലീപ് വലിയ തിരക്കിലുള്ള കേസ്, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും ദിലീപിനെ മാറ്റി നിർത്തുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിലീപ് അത്രയ്ക്കേറെ ശക്തനാണെന്ന അഭിപ്രായവും എനിക്ക് ഈ ഘട്ടത്തിലില്ല. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിവിൻ പോളിയെ കുടുക്കിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിവിൻ പോളിയെ കുടുക്കാനുള്ള സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷണം പോകേണ്ടതുണ്ട്. കാരണം ഇത് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഹണി ട്രാപ്പ് സംഘങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബാദുഷയ്ക്കെതിരെയും ഇതുപോലെ തന്നെ 3 കോടി രൂപ ചോദിച്ചുകൊണ്ട്, അതുപോലെ ഒരു സംവിധായകനെതിരെ വൈശാഖ് രാജൻ, ഒരു പ്രൊഡ്യൂസർക്കെതിരെയും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 കോടിയും 3 കോടിയും ഒക്കെ ചോദിച്ച സാഹചര്യം ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ പൊതുവെ ഇപ്പോ എന്താണ് കണ്ടുവരുന്നത്? കേരളത്തിലെ എല്ലാ മേഖലയിലും ഇത്തരം ഹണി ട്രാപ്പ് സംഘങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് ഞാൻ തന്നെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരു സീരീസ് ഓഫ് വാർത്തയായിരുന്നു പോലീസിലെ ഹണി ട്രാപ്പ് സംഘങ്ങളെ പറ്റി. അതായത് കേരളത്തിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള നിരവധി സംഘങ്ങളുണ്ട്. ആ സംഘങ്ങൾ, അതായത് സ്ത്രീകൾക്ക് അനുകൂലമായ ചില നിയമങ്ങൾ, ആ നിയമങ്ങളെ മുതലെടുത്തുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളുമായി വരുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അടുത്ത കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച. ചിലത് പുറത്തു വരും, ചിലത് പുറത്തു വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലാക്കുക ഇങ്ങനെ വലിയ തുകകൾ ചോദിക്കുന്ന ചില സംഭവങ്ങൾ, അതായത് 3 കോടി 5 കോടി 10 കോടിയൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഒരു നിവൃത്തിയുമില്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ആളുകൾ പോലീസിലേക്ക് സമീപിക്കുന്നത്. അല്ലാതെ ചെറിയ ചെറിയ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട്. നമുക്കറിയാം, ഞാൻ തന്നെ ഒരു വളരെ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പടർന്നു കയറിയ ഒരു സ്ത്രീയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് 18ഓളം കേസുകൾ ആ സ്ത്രീ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നൽകിയിട്ടുണ്ട്. ഈ കേസുകളൊന്നും ഈ കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ സ്ത്രീ കോടതിയിൽ വന്ന് തന്നെത്താനെ മൊഴിമാറ്റി പറയുകയും ആ കേസുകളിലൊക്കെ പുറത്തുവെച്ച് സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്യുകയാണെന്ന ഗുരുതരമായ ആരോപണം പലപ്പോഴും അവർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അവർ കരഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ ആരോട് പൈസ വാങ്ങിയിട്ടില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ എന്നൊക്കെയാണ്. ഇത്തരത്തിൽ പൈസ വാങ്ങിക്കുന്നവരാരും സത്യത്തിൽ പുറത്തു വരാറില്ല. ചെറിയ ചെറിയ തുകയാണെങ്കിൽ എങ്ങനെങ്കിലും ഇത് സെറ്റിൽ ചെയ്ത് കൊണ്ടുപോവുക എന്ന് മാത്രമാണ്. ഈ കേസിൽ പോലും, ഈ പർട്ടിക്കുലർ ഈ കൃഷ്ണഭക്ത എന്ന് പറയുന്ന അവരുടെ കേസിൽ പോലും എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അവസാനം ഒരു പുരുഷൻ അയാൾക്കെതിരെ കേസ് കൊടുത്തപ്പോൾ അയാൾ അത് കോടതിയിൽ കണ്ടസ്റ്റ് ചെയ്യുകയും അത് പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുകയും അങ്ങനെ കോടതിയിലേക്ക് വരികയും ഇവർ ബലാത്സംഗം ആരോപിച്ച് ഒരല്പം കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ആ കേസിൽ വളരെ കൃത്യമായി തന്നെ അതുവരെയുള്ള മുഴുവൻ ഡോക്യുമെന്റ്സും, കാരണം 2006 മുതൽ ഇവർ കൊടുത്തിട്ടുള്ള കേസും ഡോക്യുമെന്റ്സും ഒക്കെ കോടതിയിൽ ഹാജരാക്കി. കോടതി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ നേരത്തെ കേസ് കൊടുത്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ കൃത്യമായി തന്നെ ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ട് അങ്ങനെ കേസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവരുടെ അഭിഭാഷകൻ ആ കേസുമായി ബന്ധപ്പെട്ട കോടതിക്ക് മുന്നിൽ വെച്ചപ്പോഴാണ് ഇവർക്ക് നിവൃത്തിയില്ലാതെ ആ കേസ് അച്ഛൻ കള്ളു കുടിച്ചപ്പോൾ താൻ കൊടുത്തതാണ്, അത്തരത്തിൽ അച്ഛൻ നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വളരെ കൃത്യമായി കോടതി രേഖകളിൽ രേഖപ്പെടുത്തുകയും ജഡ്ജി വളരെ കൃത്യമായി നിന്റെ അച്ഛൻ എത്ര കാലമാണ് ഒരു കള്ളു കുടിച്ചാൽ ഹാങ് ഓവർ നിലനിൽക്കുക എന്ന് ചോദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് വെറുതെ വിട്ടത്. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്? പോലീസിന് ഭാഗത്തുനിന്ന് നീതി കിട്ടിയില്ല, അതായത് പോലീസ് ഈ സമയത്തെ വസ്ത്രം ചോദിക്കുമ്പോൾ, ഇവർ പറയുന്ന വസ്ത്രം ചോദിക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ വസ്ത്രം ചോദിക്കുമ്പോൾ പോലീസിനോട് കോടതിയിൽ നൽകിയെന്ന് പറയുകയും കോടതിയിൽ പോലീസിന് നൽകിയെന്ന് പറയുകയൊക്കെ ചെയ്ത് എല്ലാവരെയും കബളിപ്പിക്കാൻ ശ്രമിച്ച സ്ത്രീയാണ്. അപ്പോ ഇത്തരത്തിലുള്ള നിരവധി സംഘങ്ങൾ, ഇതിനു മുമ്പ് നമ്മൾ കല്യാണ തട്ടിപ്പ്, ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ, ഹണി ട്രാപ്പിന്റെ വിവിധ രീതികൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലായിരിക്കും. കാരണം സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം എളുപ്പം വാർത്ത സ്പ്രെഡ് ആയാൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും, മറ്റുള്ളവരെ പോലെയല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പ് സംഘങ്ങൾ സിനിമയുടെ ഉള്ളിലുണ്ടോ? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മട്ടാഞ്ചേരി മാഫിയ ആണ് എങ്കിൽ ഈ മട്ടാഞ്ചേരി മാഫിയക്ക് ഈ നിവിൻ പോളിയോട് ഒരു പക തോന്നാനുള്ള കാരണം എന്തായിരിക്കും? 2 കാരണം ഉണ്ടാകും തന്നെ. ഒന്ന്, ഇപ്പൊ മട്ടാഞ്ചേരി മാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നറിയില്ല. ഇത് ഗുണ്ടാ സംഘങ്ങൾ
ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ലഹരി മാഫിയ, ഗുണ്ടാ സംഘങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയം തോന്നുന്ന തരത്തിലാണ് ഇവരുടെ പല പ്രവൃത്തികളും പല വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യം ഇവർ നൽകിയ പരാതിയിൽ പീഡനമേ ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം കൊടുത്ത പരാതി, ആ പരാതി അവിടെ നിന്നും അത്തരത്തിലൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അന്വേഷിക്കുകയും വളരെ കൃത്യമായി തന്നെ അങ്ങനെ ഒരു കേസില്ല എന്ന് പറയുന്നത്. പക്ഷെ അപ്പോ നിവിൻ പോളി ചോദിച്ചപ്പോൾ കറക്റ്റായി ഈ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞത് അങ്ങനെ ഒരു കേസ് തിരികെ നൽകണ്ട എന്നുള്ളതാണ്. സത്യത്തിൽ എന്ത് പ്രോസിക്യൂഷൻ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നമുക്ക് കേസ് കൊടുക്കാവുന്നതാണ്. കാരണം ആവശ്യമില്ലാത്ത കേസുകളിലേക്ക് നമ്മളെ വലിച്ചഴിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു തെറ്റും നമ്മുടെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പായും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കേസ് നൽകാവുന്നതാണ്. പക്ഷെ അത് ചെയ്യാതെ വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ്? അത് പോട്ടെ, ഇവരൊക്കെ വലിയ പ്രഗത്ഭരായതുകൊണ്ട് അത്തരം ഒരു കേസുമായി കോടതിയിലേക്ക് പോയാൽ വീണ്ടും അവർക്ക് കുറെ ഗുണമുണ്ടാകും, അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് അത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ആ കേസ് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത പീഡന പരാതിയായി പൊങ്ങി വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് വന്നൊരു സമയമാണ്. ഇത് വന്ന സമയം എപ്പോഴാണ്? റീമ കല്ലിങ്കലിനെതിരെയും ആഷിക് കപൂറിനെതിരെയും വാർത്ത വരേണ്ട സമയത്ത് അത് വലിയ ചർച്ചയാകുമ്പോൾ ലഹരി മാഫിയയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലൊരു പീഡന പരാതി വരുന്നത്. ഏത് ലഹരി മാഫിയ ഉണ്ടെങ്കിലും നിവിൻ പോളിക്കെതിരെ ഇത്തരം ഒരു പീഡന ആരോപണം വന്നാൽ ആ വാർത്തയെ വളരെ കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ അതിന് പിന്നാലെ പോകുമെന്ന് ഇവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ നിവിൻ പോളിയെ ഇത്തരത്തിൽ കരുവാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന് നിവിൻ പോളി നേരിട്ടെത്തി പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ സമയത്ത് നിവിൻ പോളി അവിടെ ഇല്ല എന്ന് വളരെ കൃത്യമായി തന്നെ നിവിൻ പോളി അഭിനയിച്ചുകൊണ്ടിരുന്ന സെറ്റിലുണ്ടായിരുന്ന ഡയറക്ടർമാരും അതുപോലെ തന്നെ കൂടെ അഭിനയിച്ച നടിയും ഒക്കെ വന്ന് പറയാൻ തയ്യാറായതുകൊണ്ടാണ് തൽക്കാലം നിവിൻ പോളി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം, നിവിൻ പോളിയുടെ ഈ കേസ് കഴിയുന്നിടം വരെ നിവിൻ പോളിയുടെ കുടുംബമടക്കമുള്ളവ, നിവിൻ പോളിയുടെ ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളെ റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യമല്ലേ ഉണ്ടാവുക. ഞാൻ സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം സങ്കടപ്പെട്ടത് നിവിൻ പോളിയുടെ ഭാര്യയെ കുറിച്ച് ഓർത്താണ്. അതേ അവസ്ഥയിൽ എല്ലാവർക്കും ഉണ്ടാകും. കാരണം സ്കൂൾ തലം മുതൽ കൂടെ പഠിച്ച് സഹപാഠിയായിരുന്ന ഒരാളെ വിവാഹം കഴിച്ച ഒരാളാണ് നിവിൻ പോളി. സത്യത്തിൽ ഞാൻ സങ്കടപ്പെട്ടത് ആദ്യമേ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ്, കൂടെ പഠിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എത്ര വിശ്വാസത്തോടെ ആയിരിക്കും തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനെ കല്യാണം കഴിച്ചത്. ആ കൂട്ടുകാരനെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ ഈ സിനിമാ സെറ്റിലേക്ക് പോകുന്ന നടന്മാരുടെ ഭാര്യമാർ എങ്ങനെയാണ് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ കഴിയുക? ജോലിക്ക് പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ പറഞ്ഞു വിടുന്ന ഭാര്യമാർ എങ്ങനെയാണ് സ്വസ്ഥമായി വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വിഷയം കേട്ടപ്പോൾ ആലോചിച്ചത്. സത്യത്തിൽ വലിയ തരത്തിലുള്ള, നമുക്കറിയാം നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലുണ്ട്. ആ മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള ചില ബ്ലാക്ക് മെയിലിംഗ് സംഘങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കടന്നു വരുന്നുണ്ടോ എന്ന സംശയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം, ഇങ്ങനെ നിരവധി കേസുകൾ ഇപ്പോൾ വന്നല്ലോ, ഈ കേസുകളുമായി ഒക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ പലതും വിശ്വാസയോഗ്യമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ മുകേഷിനെതിരെയുള്ള പരാതിക്കാരി പണം ചോദിച്ചു എന്ന് മുകേഷ് പറഞ്ഞപ്പോൾ അവർ വളരെ പരിഹസിച്ചുകൊണ്ട് ചാനലിന് മുമ്പിൽ നിന്ന് എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതാണ്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കുറെ നടിമാർ, അത്തരത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, കുറെ നടിമാർ പുറത്തിറങ്ങിക്കൊണ്ട്, ഇവർ നടിമാരാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്ന ആ സമയത്താണ്. അത്തരത്തിലുള്ള ചില നടിമാർ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റ് ഇതിൽ ഉണ്ടാകുമോ എന്ന് വിചാരിച്ചാണോ എന്നറിയില്ല, നിരവധി പേർ ഇത്തരത്തിൽ രംഗത്ത് വരികയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ കോടതിയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇതിന്റെ അവസ്ഥ? ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ കേസുകളും, രഞ്ജിത്ത് അടക്കമുള്ള, രഞ്ജിത്തിന്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ഉറപ്പായിരുന്നു ജാമ്യം കിട്ടുമെന്ന്. കാരണം രഞ്ജിത്തിന്റെ ആ പയ്യൻ കൊടുത്ത ബലാത്സംഗ പരാതി അല്ലാതെ മറ്റേത് എന്ന് പറഞ്ഞാൽ ബലാത്സംഗ പരാതിയല്ല, അതിൽ ബലാത്സംഗ പരാതിയിൽ എന്താണ് വരുന്നത് നമുക്കറിയില്ല. ഏതായാലും മറ്റുള്ള പരാതിയിൽ എന്തായാലും വലിയ കയ്യിലൊന്ന് ഒരു ശ്രമം നടത്തിയെന്ന് മാത്രമാണ്, അതിന് ജാമ്യം നിഷേധിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരാതിയുമായി വന്നവരെ എല്ലാം നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾക്ക് വലിയ ബലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബലം കിട്ടാത്തതിന് കാരണം തെളിവുകളുടെ അഭാവം, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇവർ വന്നതെന്നൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ്. ഇപ്പോ ഹേമ കമ്മിറ്റി മായി ബന്ധപ്പെട്ടുള്ള ആ റിപ്പോർട്ട് ഇപ്പൊ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അന്വേഷണ സംഘം വളരെ അവധാനതയോടുകൂടി മാത്രമേ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവൂ എന്ന് വളരെ കൃത്യമായി കോടതിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കൊടുത്തിരിക്കുന്ന മൊഴികളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഗുരുതര വകുപ്പുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഗുരുതര വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കണമെങ്കിൽ അതിന് തക്ക തരത്തിലുള്ള ആൾക്കാർ വന്ന് കൃത്യമായി തന്നെ മൊഴി കൊടുക്കുകയും അത്തരത്തിൽ കൃത്യമായി തന്നെ കോടതിയിലേക്ക് പോവുകയും ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ശിക്ഷാവിധികളിലേക്ക് കടക്കാൻ കഴിയൂ. അതിനിടെ എനിക്ക് തോന്നുന്നു ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് ഹേമ കമ്മിറ്റി. ദിലീപ് എന്തുകൊണ്ടാണ് ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? ദിലീപ് പൊതുവെ സിനിമയിലെ ഒരു ടാർഗറ്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. WCC പോലുള്ള സംഘടനകളാണ് ദിലീപിലേക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കാനുള്ള, ദിലീപിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നടത്തിയത്.
ചില മാധ്യമങ്ങളും അതിന് കൂട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാധ്യമങ്ങൾക്ക് TRP റേറ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിലൊക്കെ ആവും. പിന്നെ റിപ്പോർട്ടർ ചാനലിന് എന്തോ വ്യക്തിവൈരാഗ്യമുള്ളതുപോലെ ദിലീപിനെ കുറെ കാലം വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുകയും അത്തരത്തിലൊരു ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ചില ആളുകൾ ഇപ്പോ അവരുടെ അഭിഭാഷക, അങ്ങനെ ഒരു പാനൽ തന്നെ, ഒരു സംവിധായകൻ, അങ്ങനെ ചില ഓരോരുത്തരും അവരവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് രംഗത്തിറങ്ങുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇത്തരം കേസുകളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വ്യക്തിവൈരാഗ്യം ഒരു വാർത്തയായി ട്രീറ്റ് ചെയ്യാൻ നോക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഓൺലൈൻ മാധ്യമങ്ങളടക്കം ചെയ്യുന്ന എന്താണ്, അവനവന്റെ വ്യക്തിവൈരാഗ്യമാണ് വാർത്തയാക്കുന്നത്. അതൊരു ശരിയായ പ്രവണത മാധ്യമ പ്രവർത്തനത്തിന് ധാർമ്മിക വാർത്തയാക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല ഓൺലൈൻ മാധ്യമങ്ങളും, നമ്മൾ പറയുന്ന വലിയ നിലയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പല മാധ്യമങ്ങളും അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി വാർത്തയാക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും, ഞാനൊരു ഓൺലൈൻ ചാനൽ നടത്തിക്കുന്ന ഒരാളാണ്. ഏതാണ്ട് 5 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബറും ഒക്കെ ആയിട്ട് എന്റെ ചാനൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെയും നല്ല രീതിയിൽ എന്റെ ചാനൽ വന്നുകൊണ്ടിരുന്ന ചാനലാണ്. ആ സമയത്തും ഒന്നും ഞാൻ ഒരിക്കലും എന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു വാർത്തയും ചെയ്തിട്ടില്ല. എനിക്ക് എതിരെ എന്തെങ്കിലും വ്യക്തിപരമായ ആരോപണം വരുന്നാൽ ഞാൻ എന്റെ പേഴ്സണൽ സ്പേസ് ആണ്, എന്റെ വ്യക്തിപരമായ പേഴ്സണൽ ID. അല്ലാതെ ഒരിക്കലും ഞാൻ എന്റെ ചാനലുകളെയോ അല്ലെങ്കിൽ അത്തരത്തിൽ മറയാക്കി ഒരു വാർത്ത ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ദിലീപ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ. ദിലീപ് അടക്കം മാത്രമല്ലല്ലോ, ഇപ്പോ മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണം വരുന്നു. അദ്ദേഹം കേസ് കൊടുക്കുന്നു, അദ്ദേഹം DGPക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെ രക്ഷിക്കാനാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ശ്രമം നടത്തരുത്. അത് മാധ്യമ പ്രവർത്തനത്തിന്റെ ധാർമ്മികതയല്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർക്കെതിരെയും ഒക്കെ അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും പ്ലാൻ ചെയ്യപ്പെടുക അല്ലെങ്കിൽ വരികയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പരസ്പരം വ്യക്തിവൈരാഗ്യം പറഞ്ഞു തീർക്കൂ. ഇത് ചാനലിന്റെ ബേസിലോ അല്ലെ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ ജനങ്ങൾക്ക് നൽകരുത്. അതൊരു ശരിയായ പ്രവണതയല്ല. നമ്മുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനല്ല വാർത്തകൾ എന്ന ശ്രമം ആ കാര്യം നമുക്ക് മനസ്സിലാക്കുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം. ഞാൻ ABC മലയാളം ചാനലിനോട് കൂടി തന്നെയാണ് പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയുടെയും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതാകരുത് വാർത്ത എപ്പോഴും വാർത്തയായിരിക്കണം. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കണം. ഇവിടെ ഇപ്പോ നിവിൻ പോളിയെ കുരുക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ ദിലീപിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ചിലരുടെയൊക്കെ വ്യക്തിവൈരാഗ്യം തീർക്കലാണ്. കാരണം ദിലീപിന്റെ കേസ് ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. ദിലീപിനെ വെറുതെ വിട്ടാൽ അടുത്ത കേസിലേക്ക് കുരുക്കണം. എങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക്, സർക്കാരിനും ചിലപ്പോൾ അത് ഗുണം ചെയ്യും. കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് കേസിന് പോയാൽ വലിയ തിരിച്ചടി സർക്കാരിനുണ്ടാവും. ദിലീപ് രക്ഷപ്പെട്ടു വന്നാൽ ദിലീപ് കേസിന് പോയാൽ വലിയ തിരിച്ചടി സർക്കാരുണ്ടാവും. അതൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് എന്റെ ഒരു സംശയം. ഏതായാലും നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് വ്യാജമാണെന്ന് ഏതാണ്ടൊക്കെ നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. ആ കേസിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ പരാതിക്കാരി അടക്കം രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. പരാതി നൽകിയത് ആരാണ്, അവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അത്തരത്തിലുള്ള എല്ലാ അന്വേഷണങ്ങളും നടക്കണം. അതിന്റെ ഗൂഢാലോചന പുറത്തു വന്നാൽ ഇത്തരത്തിലുള്ള ഗൂഢാലോചന സംഘങ്ങളുടെ വേറിറക്കാൻ കേരള പോലീസിന് കഴിയണം. എങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ മാന്യമായി സിനിമയിൽ അഭിനയിക്കാനും മാന്യമായ ഒരു സംസ്കാരത്തിലേക്ക് സിനിമ നടത്തുന്നു. വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.